ഇനി അടുത്ത വളരെ എളുപ്പമുള്ളൊരു ഭാഗമാണ് നമ്പർ ക്യൂരിയോസിറ്റീസ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്പർ പിരമിഡ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത്. അതിന് ഒരുപാട് എക്സാമ്പിൾസ് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത് പരീക്ഷയ്ക്ക് വരാറുണ്ട് കേട്ടോ. അങ്ങനെ മിസ്സിംഗ് ആയിട്ടുള്ള ഇത് കാണിക്കും, നമ്മളോട് ഫില്ല് ചെയ്യാനായിട്ട് പറയും. അപ്പോൾ ഈ 2 നമ്പർ ആഡ് ചെയ്തതിൻ്റെ ആൻസറാണ് ഇവിടെ വരിക. ഇത് 2 ആഡ് ചെയ്തതാണ് ഇവിടെ വരിക. ഇത് 2 ആഡ് ചെയ്ത് ഇവിടെ. ഇത് 2 ആഡ് ചെയ്തതിൻ്റെ ആൻസർ ഇവിടെ വരും. ഇത് 2 ആൻസർ ആഡ് ചെയ്ത് ഇവിടെ വരും. ഇത് 2 ആഡ് ചെയ്യുമ്പോൾ ഇവിടെ വരും. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം വരുന്നത്. ഇനി ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അത്രയുള്ളൂ ഈ ഭാഗത്തിൽ. ഇനി ഈ ഒരു മൂന്നാമത്തെ പ്രോബ്ലമാണ്. ഇത് വളരെ എളുപ്പമാണ് കേട്ടോ. 1 മുതൽ 100 വരെയുള്ള നമ്പറുകളാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇതിനെല്ലാം ഒരു സ്ക്വയറുകളാക്കിയേക്കാണ്. എന്നിട്ട് ഇതിൽ ഓരോ ഈ 3 സ്ക്വയറും ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് എടുക്കാം. എന്നിട്ട് ഒരു 4 സബ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാണ്. അപ്പോൾ ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ റിലേഷൻ ബിറ്റ്വീൻ ദ മിഡിൽ നമ്പർ ആൻഡ് ദ സം ഓഫ് ദ നമ്പേഴ്സ് ഓൺ ഇറ്റ്സ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. ഈ ഒരു സ്ക്വയറിലെ മിഡിൽ നമ്പറും ഇതിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും കിടക്കുന്ന നമ്പറിൻ്റെ സമ്മും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ ടീച്ചർ അത് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു മിഡിൽ നമ്പർ, ഈ ഒരു സെറ്റിലെ മിഡിൽ നമ്പർ 14 ഇതിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലുള്ള നമ്പറിൻ്റെ സമ്മ്. അപ്പോൾ 13 + 15 എന്ന് പറയുന്നത് 28. അത് മിഡിൽ നമ്പർ ആയിട്ടുള്ള റിലേഷൻ എന്താണ്? 14ന്റെ ട്വൈസ് ആണ് 28. ഇനി ഡൗട്ടുള്ളവർക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 സ്ക്വയറും കൂടി ഉണ്ട്. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മിഡിൽ നമ്പറും ഇതിൻ്റെ ടോപ്പിലും ബോട്ടത്തിലുള്ള നമ്പർ തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ ടോപ്പിലെ നമ്പർ 4, ബോട്ടത്തിലെ നമ്പർ 24, ആഡ് ചെയ്യുമ്പോൾ 28 കിട്ടും. ഇത് മിഡിൽ നമ്പറായ 14ന്റെ 2 ടൈംസ് ആണ് 28 എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ റിലേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മിഡിൽ നമ്പറും ഇതിൻ്റെ ഡയഗണലിൽ കിടക്കുന്ന ഈ നമ്പർ, അതായത് 14ന്റെ കോർണറിൽ കിടക്കുന്ന 3ഉം ഇവിടെ ബോട്ടത്തിലെ കോർണറിൽ കിടക്കുന്ന 25ഉം ആഡ് ചെയ്യുക. അപ്പോൾ ആൻസർ എന്താ കിട്ടുക? 28 കിട്ടും. ഇത് മിഡിൽ നമ്പറായ 14ന്റെ എത്ര ടൈംസ് ആണ്? 2 ടൈംസ് ആണ് 28. അപ്പോൾ മൂന്നെണ്ണത്തിൻ്റെ റിലേഷൻ സെയിം ആണ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മിഡിൽ നമ്പറും ഈ സ്ക്വയറിലെ എല്ലാ നമ്പേഴ്സും ആഡ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുക? അവ തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്ക്വയറിലുള്ള എല്ലാ നമ്പേഴ്സിൻ്റെ സമ്മും മിഡിൽ നമ്പറും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നാണ് ചോദ്യം. അപ്പം നമ്മൾ ആ സ്ക്വയറിലെ എല്ലാ നമ്പറുകളുടെ സം കണ്ടു. അപ്പം നമുക്ക് 126 കിട്ടി. അപ്പം നേരത്തെ പോലെ 14നും ഈ 126 തമ്മിലുള്ള റിലേഷൻ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ 14 ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് 126 കിട്ടണേ എന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പം അതിനുള്ളൊരു എളുപ്പ വഴിയാണ് ഏത് സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 126 കിട്ടുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ നമ്പറിനെ 14 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 126നെ 14 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 കിട്ടും. എന്ന് പറഞ്ഞാൽ 14നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 126 കിട്ടുന്നത്. മറ്റുള്ള സ്ക്വയറുകൾ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ അറിയാം, മിഡിൽ നമ്പറിന്റെ 9 ടൈംസ് ആണ് ആ സ്ക്വയറിലുള്ള എല്ലാ നമ്പറുകളുടെയും സം എന്ന് പറയുന്നത്. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ആൾജിബ്ര വെച്ചിട്ട് പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്കത് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പൊ നമ്മൾ ആ സ്ക്വയറിലുള്ള നമ്പേഴ്സിന്റെ ആൾജിബ്രൈക്ക് എക്സ്പ്രഷനാണ് ഇപ്പുറത്ത് ചെയ്തിരിക്കുന്നത്. മിഡിൽ നമ്പറിനെ എക്സ് ആയിട്ട് എടുത്തു. മിഡിൽ നമ്പറിന്റെ തൊട്ടപ്പുറത്തുള്ള നമ്പർ നോക്കിയേ, ഇതിൽ നിന്ന് 1 കുറഞ്ഞതാണ് കണ്ടോ. അപ്പോൾ നമ്മളിവിടെ എന്ത് എഴുതി? x-1 എഴുതി. മിഡിൽ നമ്പറിനേക്കാൾ 1 കൂടുതലാണ് തൊട്ടപ്പുറത്തെ റൈറ്റ് സൈഡിലെ നമ്പർ. അപ്പോൾ ഇവിടെ x+1 എഴുതി. മിഡിൽ നമ്പറും 3 തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഇതിനേക്കാൾ 11 കുറവാണ് 3. അപ്പോൾ അത് തന്നെ ഇവിടെ എഴുതി x-11. ഇവിടെ 10 കുറവാണ്, അപ്പോൾ x-10. ഇവിടെ 9 കുറവാണ് അല്ലേ, അപ്പോൾ x-9. ഇവിടെയോ 9 കൂടുതലാണ്, ഇവിടെ 10 കൂടുതലാണ്, ഇവിടെയോ 11. അപ്പോൾ ഈ ആൾജിബ്രൈക്ക് എക്സ്പ്രഷൻ നമ്മൾ ഇങ്ങനെ ഈ ബോക്സിൽ എഴുതി. ഇനി ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ നമ്മളോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞേക്കാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? മിഡിൽ നമ്പറും ലെഫ്റ്റിലെയും റൈറ്റിലെയും നമ്പർ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ലെഫ്റ്റിലെ നമ്പർ എന്ന് പറയുന്നത് x-1, റൈറ്റിലെ നമ്പർ എന്ന് പറയുന്നത് x+1. അവയുടെ സം എന്ന് പറയുന്നത് എക്സും എക്സും 2x, -1ഉം +1ഉം 0. അപ്പം മിഡിൽ നമ്പറായ എക്സും 2xും തമ്മിലുള്ള റിലേഷൻ എന്താ? ഇതിൻ്റെ 2 ടൈംസ് ആണ് 2x എന്ന് പറയുന്നത്. അപ്പം നമ്മളത് ഓൾറെഡി ഓർഡിനറി നമ്പറിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മളപ്പോൾ അത് പ്രൂവ് ചെയ്തു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മിഡിൽ നമ്പറും അപ്പ് ആൻഡ് ഡൗൺ ആണ്. അപ്പോൾ മുകളിലത്തെ നമ്പർ x-10, താഴത്തെ നമ്പർ x+10,
അത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 2x -10 +10 0 വരും. നേരത്തെ ചെയ്ത പോലെ തന്നെ 2 ടൈംസ് ആണെന്ന് കിട്ടി. അടുത്തത് മിഡിൽ നമ്പറിൻ്റെ കോർണറിലുള്ള നമ്പറുകളുടെ സമ്മ്. അപ്പോൾ അതിൻ്റെ ഓൾജിബ്രൈക്ക് എക്സ്പ്രഷൻ നോക്കുമ്പോൾ x - 11 x + 11 ആണ്. അത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 2x കിട്ടും. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരുന്നത്. മിഡിൽ നമ്പറിൻ്റെ ഇരട്ടിയാണ് എന്ത് ഇവയുടെ സം എന്ന് പറയുന്നത്. ഇനി ഫോർത്ത് വൺ, അതായത് ഈ സ്ക്വയറിലെ എല്ലാ നമ്പേഴ്സിൻ്റെയും സം എന്ന് പറയുന്നത് മിഡിൽ നമ്പറുള്ള റിലേഷൻ നമ്മൾ കണ്ടെത്തിയിരുന്നു 9 മടങ്ങാണ്. അപ്പം നമുക്കത് ഓൾജിബ്രൈക്ക് എക്സ്പ്രഷൻ വെച്ച് ചെയ്ത് നോക്കാം. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ക്വയറിലെ എല്ലാ നമ്പേഴ്സുകളുടെയും സമ്മാണ് കാണേണ്ടത്, ആ സ്ക്വയറിലെ എല്ലാ നമ്പേഴ്സും. അപ്പോൾ ആ നമ്പേഴ്സിൻ്റെയൊക്കെ ഓൾജിബ്രൈക്ക് എക്സ്പ്രഷൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അത് ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ x + x 2x 3x 4x 5x 6x 7x 8x 9x. നമുക്ക് 9x കിട്ടി. -11 + 11 ക്യാൻസലായി, -10 + 10 ക്യാൻസലായി, -9 + 9 ക്യാൻസലായി, -1 + 1 ക്യാൻസലായി. അപ്പോൾ ബാക്കി എന്താ 9x ആണ്. അപ്പോൾ നമ്പറിൻ്റെ 9 ടൈംസ് ആണ് ഇതിൻ്റെ സം എന്ന് പറയുന്നത്. അത് തന്നെയാണ് നമ്മൾ കണ്ടുപിടിച്ചതും. മിഡിൽ നമ്പറിൻ്റെ 9 മടങ്ങായിരുന്നു ആ സ്ക്വയറിലെ എല്ലാ നമ്പേഴ്സും ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഓൾജിബ്ര വെച്ചിട്ട് പ്രൂവ് ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു കലണ്ടർ പ്രോബ്ലം ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് വരാറുണ്ട് കേട്ടോ. അപ്പോൾ കലണ്ടറാണ് നമുക്ക് തന്നിരിക്കുന്നത്. ചിത്രം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഈ കലണ്ടറിലെ ഒരു 4 നമ്പേഴ്സ് കൂട്ടിച്ചേർത്തൊരു സ്ക്വയർ ആക്കിയിരിക്കുകയാണ്. ഈ കലണ്ടറിലെ അല്ലെങ്കിൽ ഈ ഒരു സ്ക്വയറിലെ 4 നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് എപ്പോഴും 4ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് അത് ഓൾജിബ്ര വെച്ചിട്ട് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു സ്ക്വയറിൻ്റെ നമ്പേഴ്സിൻ്റെ ഓൾജിബ്രയ്ക്ക് എക്സ്പ്രഷൻ നമ്മൾ എഴുതാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് നമ്പറിനെ നമ്മൾ എന്തെടുക്കാം, x ആയിട്ട് എടുക്കാം. തൊട്ടടുത്ത നമ്പർ അപ്പോൾ എന്തായിരിക്കും, x + 1 ആയിരിക്കും. കാരണം ഇവിടെ 13 ആണ്, ഇവിടെ 14 എന്ന് പറയുമ്പോൾ 1 ആഡ് ചെയ്താൽ മതി. ഇനി 13ഉം 20ഉം തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, എക്സിൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യണം, 7 ആഡ് ചെയ്യണം. ഇവിടെ 13 ആണെങ്കിൽ ഇവിടെ 20 കിട്ടണമെങ്കിൽ 7 ആഡ് ചെയ്യണം. ഇവിടെ 13ഉം ഇവിടെ 21 ആണെങ്കിൽ എത്ര ആഡ് ചെയ്യണം, 8 ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഇവിടെ x + 1, ഇവിടെ x + 7 ആൻഡ് ഇവിടെ x + 8. അങ്ങനെ നമുക്ക് ഓൾജിബ്രൈക്ക് എക്സ്പ്രഷൻ കിട്ടും. എന്നിട്ട് ആഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ 4ആണ് നമ്മുടെ ഓൾജിബ്രൈക്ക് എക്സ്പ്രഷൻ വരുന്നത് കലണ്ടർ പ്രോബ്ലത്തിൻ്റെ. ഇതിൻ്റെ സമ്മ് കണ്ടു നോക്കാം. അപ്പോൾ x + x + 1 + x + 7 + x + 8 ആഡ് ചെയ്യുമ്പോൾ എക്സും എക്സും 2xും എക്സും 3xും എക്സും 4x + 7 + 1 8 + 8 16 കിട്ടും. നമ്മളോട് പറഞ്ഞത് 4ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം. 4ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 4 × എന്ന് പറഞ്ഞ് എഴുതണം. അപ്പോൾ നമുക്കിവിടെ 4 × എന്ന് പറഞ്ഞ് എഴുതാനായിട്ട് ഇവിടെ കാണുന്നില്ല. പക്ഷേ നമുക്കിതിനെ മാറ്റി എഴുതാം. അതായത് 4x + 16 എന്ന് പറഞ്ഞാൽ 4 × 4 ആണ്. എന്തിനാണ് ഇങ്ങനെ മാറ്റി എഴുതിയത്, 4ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇവിടെ 2 ടേം ഉണ്ട്. ഇത് ഫസ്റ്റ് ടേമും ഇത് സെക്കൻഡ് ടേമും. ടേമുകളെ സെപ്പറേറ്റ് ചെയ്യുന്ന സൈൻ എന്ന് പറയുന്നത് ഒന്നുകിൽ പ്ലസ് അല്ലെങ്കിൽ മൈനസ്. അപ്പോൾ ഈ 2 ടേമിൽ ഇപ്പോൾ കോമൺ ആയിട്ട് ആരുണ്ട്, 4 ഉണ്ട്. അവനെ പുറത്തേക്ക് എടുക്കുമ്പോൾ ബാക്കി എന്താ ഉള്ളത്, എക്സ് പ്ലസ് ഇവിടുന്ന് 4 പുറത്തേക്ക് എടുക്കുമ്പോൾ ബാക്കി 4. കണ്ടോ, അപ്പോൾ നമുക്ക് 4 × എന്ന് പറഞ്ഞ് കിട്ടും. ദിസ് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. ഇതെന്താണ്, മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. അപ്പം നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും, 4ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളായി അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബായ്, താങ്ക് യു.